ക്രിസ്മസ് പുതുവത്സര നാളുകളിലെ മദ്യവിൽപ്പനയിൽ വീണ്ടും റെക്കോർഡ് തിരുത്തി മലയാളികൾ. 543 കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റത്. ഡിസംബർ 31 മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. പുതുവത്സര തലേന്നത്തെ മദ്യവിൽപ്പനയിൽ ഒന്നാമത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റാണ്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത്. പ്രതീഷ, ഈ ക്രിസ്മസ് കാലയളവിൽ മലയാളികൾ കുടിച്ചു തീർത്തത് 543 കോടിയുടെ മദ്യം. ഖജനാവിലേക്കാണ് പണം വരുന്നത്. എന്താണ് ഇതിന്റെ കണക്കുകൾ? ക്രിസ്റ്റീന, ഡിസംബർ 22 മുതൽ 31 വരെയുള്ള കാലയളവിലെയാണ് ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ വിറ്റ മദ്യമാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് മദ്യവിൽപ്പനയായി കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 543 കോടിയുടെ മദ്യവിൽപ്പനയാണ് ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് വിൽപ്പന എന്ന് തന്നെയാണ് ബിവറേജസ് കോർപ്പറേഷൻ അടക്കം പറയുന്നത്. കഴിഞ്ഞ വർഷം 516 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു ഈ ദിവസങ്ങളിൽ നടന്നതെങ്കിൽ അതിൽ കൂടുതൽ മദ്യവിൽപ്പന ഇത്തവണ നടന്നു. മാത്രമല്ല, ഈ പുതുവത്സര തലേന്ന് ഡിസംബർ 31 94 കോടി രൂപയുടെ മദ്യവിൽപ്പന സംസ്ഥാനത്ത് നടന്നു. കഴിഞ്ഞ വർഷം 93 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു സംസ്ഥാനത്ത് നടന്നതെങ്കിൽ ഒരു ദിവസം വിറ്റ മദ്യത്തിന്റെ വിലയിലും അളവിലും വലിയ തരത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. 1.2 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പനയാണ് പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ നടന്നിരിക്കുന്നത്. തൊട്ടുപുറകിൽ എറണാകുളം ജില്ലയാണ്. എറണാകുളം രവിപുരത്ത് 77 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ഇരിങ്ങാലക്കുട 76 ലക്ഷം, കൊല്ലം ആശ്രാമം 73 ലക്ഷം, ഒപ്പം പയ്യന്നൂർ 71 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 24, അതായത് ക്രിസ്മസിന്റെ തലേന്ന് 70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. 22, 23 ദിവസങ്ങളിൽ 84 കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായി എന്നും സർക്കാർ ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ മദ്യവിൽപ്പനയിൽ വലിയ വർധനവുണ്ടാകുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അതേസമയം ഇത്രത്തോളം ഒരു ഡിസംബർ 22 മുതൽ 31 വരെ 543 കോടി രൂപയുടെ മദ്യം മലയാളികൾ കുടിച്ചു എന്നതാണ് ഈ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പതിവ് തെറ്റിക്കാതെ ഓരോ വർഷത്തെയും അപേക്ഷിച്ച് പിറ്റേ വർഷം എത്തുമ്പോൾ അതിലൊരു റെക്കോർഡ് വിൽപ്പന കൂടി ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്രിസ്റ്റീന, ശരി. എന്തായാലും വ്യക്തികളുടെ സാമ്പത്തിക നഷ്ടം അത് സർക്കാരിന് സാമ്പത്തിക നേട്ടമായി മാറുന്നു. കണക്കുകളാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.